നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. വനിതാ യാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ റെയിൽവേ തുടരെ പരാജയപ്പെടുന്നു. പത്തനാപുരം സ്വദേശിനിയായ പെൺകുട്ടിക്ക് നേരെ ട്രെയിനിൽ ആക്രമണം. പരിക്കേറ്റ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടി. പുനലൂർ SI ആയിരുന്ന KS ഗോപകുമാറിന് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയെ തുടർന്ന് സസ്പെൻഷൻ. മാലിന്യ പ്രശ്നം രൂക്ഷമായതോടെ പുനലൂർ പ്ലാച്ചേരിയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പരിസരവാസികൾ പ്രതിഷേധവുമായി രംഗത്ത്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ നഗരസഭാ കാര്യാലയം ഉപരോധിച്ചു. പ്ലാന്റ് സന്ദർശിക്കാനെത്തിയ നഗരസഭാ സെക്രട്ടറിയെ നാട്ടുകാർ തടഞ്ഞുവച്ചു. അച്ചൻകോവിലിലെ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകരെ നിയമിക്കാത്തതിൽ പ്രതിഷേധം രൂക്ഷം. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഉപരോധിച്ചു. വാർത്തകൾ വിശദമായി. പത്തനാപുരം സ്വദേശിനിയായ പെൺകുട്ടിക്കു നേരെ ട്രെയിനിൽ ആക്രമണം. പരിക്കേറ്റ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടി. വനിതാ യാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ റെയിൽവേ തുടരെ പരാജയപ്പെടുന്നതായി ആക്ഷേപം. മംഗലാപുരം ശ്രീദേവി കോളേജിലെ 4ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ ആതിര കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെ മാവേലി എക്സ്പ്രസിൽ വീട്ടിലേക്ക് തിരിച്ചു. ട്രെയിനിന്റെ അവസാന ബോഗിയിൽപ്പെടുന്ന ലേഡീസ് കമ്പാർട്ട്മെന്റിലായിരുന്നു ആതിരയുടെ യാത്ര. രാവിലെ 3:30 ട്രെയിൻ തുറവൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ നിർത്തിയിട്ടിരുന്ന സമയത്താണ് പെൺകുട്ടിക്ക് നേരെ 22 വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവിന്റെ ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ പെൺകുട്ടിയുടെ കഴുത്തിനും തലയ്ക്കും ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. പെൺകുട്ടി ഇപ്പോൾ ഏനാദിമംഗലം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു. അങ്ങനെ ആലപ്പുഴ സ്റ്റേഷനിൽ അതിന് മുന്നേ തുറവൂർ ജംഗ്ഷനിൽ എത്തി. അവിടെ വെച്ച് പെട്ടെന്ന് ആരുമില്ലായിരുന്നു, വിജനമായ സ്ഥലമായിരുന്നു. ഞങ്ങളുടെ ഏറ്റവും പുറകിലായിരുന്നു കമ്പാർട്ട്മെന്റിൽ ആളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് ഒരു ചെറുക്കൻ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങി അതുവഴി പാസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായിട്ട് കണ്ടു. കുറേ നേരമായിട്ട് ഞങ്ങളെ തന്നെ ഇങ്ങനെ തറപ്പിച്ച് നോക്കി അടുത്തോട്ട് ചേർന്ന് വന്നു. പെട്ടെന്ന് ട്രെയിൻ പാസ്സായി സ്പീഡിലായപ്പം പെട്ടെന്ന് ഓടി വന്ന് കൈ ഇങ്ങനെ കഴുത്തിൻ്റെ ചുറ്റിനാക്കി. മാല പൊട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ട് മാല പിടികിട്ടിയില്ല. ഞാൻ പെട്ടെന്ന് പുറകിലോട്ട് മാറി വീണ്ടും കൈയെടുത്ത് ഇങ്ങനെ അള്ളി. വീണ്ടും ഞാൻ പുറകിലോട്ട് പോയപ്പം തലയിടിച്ച് വീണ് ഒരുപാട് ബ്ലഡൊക്കെ വന്നു. തല പൊട്ടി. അപ്പോഴത്തേക്ക് അയാൾ ഓടി രക്ഷപ്പെട്ടു. സ്ത്രീകൾ മാത്രം സഞ്ചരിക്കുന്ന കമ്പാർട്ട്മെന്റുകളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ സേവനം ഉറപ്പാക്കണമെന്ന നിയമം നിലനിൽക്കുന്നുണ്ടെങ്കിലും അതൊന്നും പാലിക്കപ്പെടുന്നില്ല. താൻ ആക്രമിക്കപ്പെടുകയും തലയ്ക്കും കഴുത്തിനും ആഴത്തിൽ മുറിവേൽക്കുകയും ചെയ്തിട്ടും സംഭവ സമയത്ത് കമ്പാർട്ട്മെന്റിലെ സ്ത്രീകൾ ഒന്നടങ്കം നിലവിളിച്ചിട്ടും പോലീസോ റെയിൽവേ അധികൃതരോ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ലെന്ന് ആതിര പറഞ്ഞു. യാത്രക്കാരുണ്ട്, എല്ലാവരും ഒരുപാട് കിടന്ന് ബഹളം വെച്ചു, ചെയിൻ പിടിച്ച് വലിക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്നിട്ട് ട്രെയിൻ നിന്നില്ല. അത്രയും സമയം ഞങ്ങളൊരു 15 മിനിറ്റോളം അലറിക്കരഞ്ഞു. എന്നിട്ട് പോലും ആരും കേട്ടതുമായിട്ട് ഒന്നുമില്ല. സൗമ്യയുടെ അതിദാരുണമായ അന്ത്യത്തിൽ നിന്ന് സമൂഹം പാഠം പഠിക്കാത്തതുകൊണ്ടും റെയിൽവേ അധികൃതർ ട്രെയിൻ യാത്രക്കാരായ സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാത്തതുകൊണ്ടുമാണ് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്നതെന്ന് ആതിരയുടെ പിതാവ് പറഞ്ഞു. റെയിൽവേയുടെ ഭാഗത്തു നിന്ന് വളരെ മോശമായ ഒരു സമീപനമാണ് നമുക്കുണ്ടായത്. ഈ കുട്ടിക്ക് തലയെക്കുട്ടിഞ്ഞിന് ഈ തലകുട്ടി ഈ ബ്ലഡ് പോയിക്കൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടായതിനൊക്കെ പോലും ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. യാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കാത്ത റെയിൽവേ അധികൃതരുടെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. സൗമ്യയുടെ കേസ് വന്നിട്ടും റെയിൽവേ ഒരു പാഠം പഠിക്കാത്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ കുട്ടികളെ വെളിയിൽ വിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് ആ റെയിൽവേ ചരക്ക് കൂലി അല്ലാത്ത കൂലി എന്ന് ഇടയ്ക്കിടയ്ക്ക് കൂട്ടുന്ന ആളുകൾ ഒരു കാരണവശാലും ഈ യാത്രക്കാരുടെ സുരക്ഷിതത്വത്തിന് യാതൊരു വിലയും കൊടുക്കുന്നില്ല. പെൺകുട്ടികൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്ന് ആതിരയുടെ മാതാവ് പ്രതികരിച്ചു. ഇതൊരു കാട്ടിനകത്താണ് ഈ ലേഡീസ് കമ്പാർട്ട്മെന്റ് ഇന്നലെ വന്നു നിന്നത്. അവിടെ വെച്ചാണ് കുട്ടിയുടെ നേരെ ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അവിടെ ഒരു കന്യാസ്ത്രീ ഉണ്ടായിരുന്ന ആ കന്യാസ്ത്രീയാണ് കുട്ടിയുടെ തലയിലെ ബ്ലഡ് ഒപ്പുന്നതും കാര്യങ്ങളെല്ലാം. എന്നിട്ട് കായംകുളത്ത് വന്നു കഴിഞ്ഞാണ് പോലീസിന്റെ സഹായമൊക്കെ ഉണ്ടാകുന്നത്. നമുക്കിപ്പോൾ ഇത് ബന്ധപ്പെട്ട അധികാരികൾ അറിയണം. കമ്പാർട്ട്മെന്റ് ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ കൊണ്ടുവരുവോ മധ്യത്ത് കൊണ്ടുവരുവോ ചെയ്യുക, അത്രമാത്രം മതി. അപകടത്തിന് ശേഷം പ്രാഥമിക ശുശ്രൂഷ പോലും നൽകാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്നും ആശുപത്രിയിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ രാത്രി 3:30 സമയത്ത് ആരെങ്കിലും കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളാനാണ് റെയിൽവേ അധികൃതർ പറഞ്ഞതെന്നും പെൺകുട്ടി പറഞ്ഞു. ഹോസ്പിറ്റലിലാക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അവിടെ നിന്ന് റെയിൽവേ ഉദ്യോഗസ്ഥൻ പറഞ്ഞു പുറകെ ഇരുന്ന് ഫസ്റ്റ് എയ്ഡ് നൽകാൻ അതിൽ പരം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു. എന്നിട്ട് വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ജസ്റ്റ് കോട്ടൺ വെച്ചൊന്ന് തുടച്ചു. എന്നിട്ട് പിന്നെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു. അന്നേരം അയാളുടെ മറുപടി എന്ന് വെച്ചാൽ എന്നാൽ ഇവിടെ ഇറങ്ങിക്കോ, നിങ്ങൾ രണ്ടും കൂടെ പൊക്കോ എന്നായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അച്ചൻകോവിൽ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകരെ നിയമിക്കാത്തതിൽ പ്രതിഷേധം രൂക്ഷം. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഉപരോധിച്ചു.
സ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ വിദ്യാർത്ഥികളും നാട്ടുകാരുമടക്കം നിരവധി പേർ പങ്കെടുത്തു. അച്ചൻകോവിൽ ജംഗ്ഷൻ ചുറ്റിയ മാർച്ച് DFO ഓഫീസ് ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു. DFO ഓഫീസിന്റെ മതിൽ ചാടിക്കടന്ന് ഓഫീസിനുള്ളിലേക്ക് കടന്നു ചെല്ലാൻ ചിലർ ശ്രമം നടത്തി. തുടർന്ന് പോലീസ് ഗേറ്റ് തുറന്ന് സമരക്കാരെ ഉള്ളിലേക്ക് കടത്തിവിട്ടു. ഇതോടെ DFO ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് സമരക്കാർ മുദ്രാവാക്യം മുഴക്കി. സമരം നീണ്ടതോടെ തെന്മല SI VP സുധീഷ് പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി. സമരക്കാർ പിരിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടെങ്കിലും ആവശ്യം നിറവേറാതെ മടങ്ങിപ്പോകില്ലെന്ന രക്ഷിതാക്കളും കുട്ടികളും ഒരേ സ്വരത്തിൽ ഉറപ്പിച്ചു പറഞ്ഞു. ഗവൺമെന്റിന്റെ അവഗണനയ്ക്കെതിരെയുള്ള സമരമാണ്, സൂചനാ സമരമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ വർഷത്തെ സ്കൂൾ അധ്യയനം തുടങ്ങി 24 ദിവസങ്ങൾ പിന്നിട്ടിട്ടും നമ്മുടെ സ്കൂളിൽ 360ഓളം വരുന്ന കുട്ടികളെ പഠിപ്പിക്കുന്നതിന് 4 അധ്യാപകർ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഭരണത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ ക്രൂരമായ കുഞ്ഞുങ്ങളെ വെച്ചുള്ള ക്രൂരമായ വിനോദത്തിന്റെ ഭാഗമായുള്ള കേളികളുടെ ഭാഗമായുള്ള അവഗണനയാണ് ഈ സ്കൂളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് സമരക്കാർ പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജുവുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടു. ജൂൺ 30-നകം അധ്യാപക നിയമനം നടത്തുമെന്ന MLAയുടെ ഉറപ്പിന്മേൽ സമരക്കാർ പിരിഞ്ഞു. സ്കൂൾ സംരക്ഷണ സമിതി ചെയർമാൻ സാനു ധർമ്മരാജ്, PTA പ്രസിഡന്റ് പ്രഭകുമാർ, മാതൃസമിതി പ്രസിഡന്റ് ശ്രീവിദ്യ, KR ഗോപി, T ബിന്ദു, B ജോർജ് കുട്ടി, S സജി തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. അച്ചൻകോവിൽ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആവശ്യത്തിന് അധ്യാപകരെ നിയമിക്കാത്ത നടപടിയിൽ പ്രതിഷേധിച്ച് അച്ചൻകോവിൽ നിവാസികൾ ചൊവ്വാഴ്ച ഹർത്താൽ ആചരിച്ചു. സ്കൂൾ സംരക്ഷണ സമിതിയും PTAയും സംയുക്തമായി നടത്തിയ ഹർത്താൽ സമാധാനപരമായിരുന്നു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൊതുവെ സമാധാനപരമായിരുന്നു. ഹർത്താലിൽ അച്ചൻകോവിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. നിരത്തുകളിൽ വാഹനങ്ങൾ ഓടിയില്ല. കടകമ്പോളങ്ങളൊക്കെ അടഞ്ഞുകിടന്നു. തമിഴ്നാട്ടിൽ നിന്നും വാഹനങ്ങൾ അച്ചൻകോവിലേക്ക് കടത്തിവിടാതിരിക്കാൻ തമിഴ്നാട് പോലീസ് അതിർത്തിയിൽ വാഹനങ്ങൾ തടഞ്ഞു. എന്നാൽ അച്ചൻകോവിൽ ക്ഷേത്രത്തിന് സമീപത്തെ വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റ് അടയ്ക്കാതിരുന്നതിനാൽ ഇവിടെ നേരിയ സംഘർഷമുണ്ടായി. PTA അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് ചെക്ക് പോസ്റ്റ് ഓഫീസ് അടപ്പിച്ചു. 365 കുട്ടികളാണ് അച്ചൻകോവിൽ സ്കൂളിൽ പഠിക്കുന്നത്. ഹൈസ്കൂളിൽ ആകെ 4 അധ്യാപകരാണുള്ളത്. ഇതിൽ ഒരു അധ്യാപകന് പ്രഥമാധ്യാപകന്റെ ചുമതലയുണ്ട്. സ്കൂളിൽ വേണ്ടത്ര അധ്യാപകരെ നിയമിക്കണമെന്ന് കാട്ടി ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് സ്കൂൾ സംരക്ഷണ സമിതി നിവേദനം നൽകിയിരുന്നു. എന്നാൽ നാളിതുവരെ യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലായിരുന്നു ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. അച്ചൻകോവിലിൽ സ്കൂൾ സംരക്ഷണ സമിതിയും രക്ഷിതാക്കളും ആഹ്വാനം ചെയ്ത ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ച് DYFI പ്രവർത്തകർ പ്രകടനം നടത്തി. സ്കൂളിൽ ആവശ്യത്തിന് അധ്യാപകരെ നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുറബിന്റെ കോലം കത്തിച്ചു. CPM പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം സ്കൂൾ ജംഗ്ഷൻ ചുറ്റി അച്ചൻകോവിൽ ക്ഷേത്രത്തിന് സമീപം സമാപിച്ചു. അധ്യാപകരെ നിയമിക്കാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് DYFI പ്രവർത്തകർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുൽ റബ്ബിന്റെ കോലവും കത്തിച്ചു. തുടർന്ന് പ്രവർത്തകർ അച്ചൻകോവിൽ വനം വകുപ്പ് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. സ്കൂളിൽ എത്രയും വേഗം അധ്യാപകരെ നിയമിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് DYFI നേതാവ് ബിജുലാൽ പാലസ് മുന്നറിയിപ്പ് നൽകി. 1979 വിട്ടുകിട്ടിയ വനഭൂമിയിലാണ് നമ്മൾ ഇന്നിവിടെ ഒരു സർക്കാർ സ്കൂൾ അച്ചൻകോവിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തിക്കുന്നത്. നാളിതുവരെയായി അതിന്റെ പോക്കുവരവോ ബന്ധപ്പെട്ട രേഖകളോ വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറുവാൻ വനംവകുപ്പ് തയ്യാറായിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമല്ലാതെ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ഇരിക്കുന്ന PTA കമ്മിറ്റിക്കാര്, PTA ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള രക്ഷകർത്താക്കൾ ഉൾപ്പെടെയുള്ളവര് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CCF വകുപ്പ് മന്ത്രി മുതൽ താഴോട്ട് റേഞ്ച് ഓഫീസർ വരെയുള്ള ഒരുപാട് പടിക്കെട്ടുകൾ കയറി ഇറങ്ങിയിട്ട് പോലും അതിനൊരു തീരുമാനമായിട്ടില്ല. സ്കൂൾ അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ വിഷയമാണെങ്കിൽ അതിലുപരി ഒന്നാമത്തെ ഒരു വിഷയമായി നാം കണക്കാക്കേണ്ടത് അച്ചൻകോവിൽ സ്കൂളിന്റെ സ്ഥലം അച്ചൻകോവിൽ സ്കൂളിൽ തന്നെ കിട്ടത്തക്ക ഒരു സംവിധാനം ഉണ്ടാകണമെന്നാണുള്ളത്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. ചിറവൂരിൽ കോൺഗ്രസിന് വോട്ട് നൽകിയെന്നാരോപിച്ച് വിധവയായ വയോധികയ്ക്ക് അർഹമായ വീട് നിഷേധിച്ചതായി പരാതി. ഇടതുപക്ഷക്കാരിയായ വനിതാ വാർഡ് മെമ്പർക്ക് എതിരെയാണ് വയോധിക രംഗത്ത് വന്നത്. കോൺഗ്രസിന് വീടില്ലേ, ജീവിക്കണ്ടേ കോൺഗ്രസിന്?
കോൺഗ്രസിന് ജീവിക്കണ്ടേ, എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി. ചിറവൂർ കുളത്തറ കുന്നുംപുറത്ത് വീട്ടിൽ ഹനീഫ ബീവിയാണ് പരാതിക്കാരി. ഓല കൊണ്ട് മറച്ച ഷെഡിലാണ് ഇവരുടെ താമസം. ഹനീഫ ബീവിയുടെ ഭർത്താവ് വർഷങ്ങൾക്ക് മുൻപ് ക്യാൻസർ ബാധിച്ച് മരിച്ചിരുന്നു. ഉണ്ടായിരുന്ന വീടും സ്ഥലവും വിറ്റാണ് ഭർത്താവിനെ ചികിത്സിച്ചിരുന്നത്. ഭർത്താവ് ക്യാൻസർ ആയിരുന്നു, ശ്വാസക്കൊടലായിരുന്നു. അങ്ങനെ കുടലും മൊത്തത്തിൽ അങ്ങനെ ബ്ലഡ് ഛർദ്ദിച്ചാണ് അങ്ങനെ മരിച്ചത്. ഇവിടെ എല്ലാവർക്കും അറിയാം, ബ്ലഡ് ഛർദ്ദിച്ചാണ് മരിച്ചത്. അങ്ങനെ ഞാൻ കടക്കാടം വിറ്റാണ് എന്നെ കടവ് തീർത്ത് ഒരു കൊച്ചിപ്പോഴും കൊടുത്തും കൊടുത്തില്ല. ആ കൊച്ചിനാണ് ഈ 4 സെന്റ് കിടക്കുന്നത്. ഒരു കൊച്ചിന് കൊടുത്ത് അത് ആ കൊച്ചിനെ ഒരുത്തന്നെ പിടിച്ചു കൊടുത്തിട്ട് ഞാൻ എന്തേലും അതിന് ബഹം എടുക്കാതെ അതിന് ഇങ്ങോട്ട് എൻ്റെ മുമ്പേ ആക്കി ഞാൻ എവിടെ നിന്നെടുത്ത് കൊടുക്കും? 2 കുട്ടികൾക്കും ഒരു കൊച്ചിനും ഒരു പെൺകൊച്ചിനും 2 കുട്ടികൾക്കും ഞാൻ എവിടെ നിന്നെടുത്ത് കൊടുക്കണം? എങ്ങനെ കൊടുക്കണം? കഴിഞ്ഞ ഗ്രാമസഭയിൽ ഇവർക്ക് വീട് അനുവദിച്ചിരുന്നതായി വാർഡ് മെമ്പർ പറഞ്ഞിരുന്നുവത്രേ. എന്നാൽ ഇപ്പോൾ ലഭ്യമായ 2 വീടുകൾ മറ്റാർക്കോ നൽകിയതായി ഹനീഫ ബീവി പറയുന്നു. നേരത്തെ അവള് പറഞ്ഞ എനിക്ക് വീട് തരാമെന്ന് അതെല്ലാരും കേട്ട് പഞ്ചായത്ത് മറുള്ള സാർ വരെ കേട്ടിട്ടുണ്ട്. വീട് ലഭിക്കുന്ന കാര്യം തിരക്കിയപ്പോൾ വാർഡ് മെമ്പറും മെമ്പറുടെ ബന്ധുക്കളും ഇവരോട് പോലീസിൽ പരാതി നൽകാനാണ് പറഞ്ഞത്. കരോളം ബാബുസാറിന്റെ അടുത്ത് പോയി പറയണം, പിന്നെ നെജൂമിന്റെ അടുത്ത് പറയണം, കിണ്ണുവിന്റെ അടുത്ത് പോയി പറയണം, പിന്നെ വീട് തരാൻ. അതല്ല റെജില മെമ്പർ എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടതാണ്, എങ്കിലേ നിങ്ങൾക്ക് വീട് തരാൻ പറ്റുള്ളൂ. അങ്ങനെ അവരെ 3 പേരടുത്ത് ഞാൻ പോയി പറഞ്ഞു. അവരാരും അനങ്ങിയിട്ടില്ല ഇതുവരെ. അപ്പം കരാളം ബാബുസാർ പറഞ്ഞത് എന്തരാണ്, റെജിലാട്ട പോയി പറയുമെന്നാണ് പറഞ്ഞത്. റെജിലാട്ട ചെന്ന് പറഞ്ഞപ്പോൾ റെജില പറയുന്നത് എനിക്ക് വീടില്ലെന്ന്. ഞാൻ ഇനി എന്തായാലും വേണം. അപ്പം ഇപ്പം ഞായറാഴ്ച ആയിരുന്നു ഞാൻ ചെന്ന് വീട് ചോദിച്ചപ്പോൾ പറയുന്നു ആ വീടില്ല, 2 വീടുള്ളത് ഞാൻ കൊടുത്തു പോയെന്ന്. എനിക്ക് വീടില്ലെന്ന്. ഞാൻ പഞ്ചായത്തിൽ ചെന്ന് അല്ലെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെടാൻ. ഞാൻ ആരെയും കൊന്നിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടാൻ. മാപ്പിളക്കാരനും പിന്നെ റെജിലായും അമ്മാവിയും കൂടെ പറയുന്നു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയും. മഴയാകുമ്പോൾ ചോർന്നൊലിക്കുന്ന കുടിലിൽ ഭീതിയോടെയാണ് ഇവർ കഴിയുന്നത്. ശക്തമായ കാറ്റ് വീശുകയാണെങ്കിൽ കുടിൽ പൂർണ്ണമായും തകരും. കോൺഗ്രസ് ഭരണത്തിലിരിക്കുന്ന ചിതറ ഗ്രാമപഞ്ചായത്തിലെ ചിറവൂർ വാർഡ് ഇപ്പോൾ ഇടതുപക്ഷത്തിനാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തുവെന്ന ഒറ്റ കാരണത്താലാണ് ഇവർക്ക് അർഹമായ വീട് നിഷേധിച്ചതെന്ന് വയോധിക പറയുന്നു. തരാത്ത കാരണം എന്താണ്? ഞാൻ കോൺഗ്രസ് ആയിപ്പോയി. ഞാൻ കോൺഗ്രസിനാണ് വോട്ട് കൊടുക്കണമെന്ന്. അവള് കഴിഞ്ഞ കമ്മിറ്റിക്ക് വന്നപ്പോൾ പറഞ്ഞു ഞാൻ തൊഴിലുറപ്പുകാരെ വോട്ട് കൊണ്ടാണ് ഞാൻ വിജയിച്ചതെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ മെനഞ്ഞാന്ന് ചോദിച്ചു. തൊഴിലുറപ്പുകാരെ വോട്ട് കൊണ്ടല്ലേ നീ വിജയിച്ചതെന്ന് പറഞ്ഞ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് വോട്ട്? അത് നീ കോൺഗ്രസിനാണ് കൊടുത്തതെന്ന്. ഞാൻ കോൺഗ്രസ് ആയിപ്പോയെന്ന്, എനിക്ക് തരൂലെന്ന് വീട്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. മാലിന്യ പ്രശ്നം രൂക്ഷമായതോടെ പുനലൂർ പ്ലാച്ചേരിയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പരിസരവാസികൾ പ്രതിഷേധവുമായി രംഗത്ത്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ നഗരസഭാ കാര്യാലയം ഉപരോധിച്ചു. പിന്നീട് പ്ലാന്റ് സന്ദർശിക്കാനെത്തിയ നഗരസഭാ സെക്രട്ടറിയെയും നാട്ടുകാർ തടഞ്ഞുവച്ചു. പറയൂ അധികാരികളെ, നാളുകളായി പ്രവർത്തനമില്ലാത്ത പ്ലാച്ചേരിയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള മാലിന്യം ഇപ്പോഴും ശേഖരിച്ച് തള്ളുന്നുണ്ട്. ഇവ കാലങ്ങളായി ഇവിടെ കിടന്ന് ചീഞ്ഞ് നാറുന്നുണ്ട്. മഴ ആരംഭിക്കുക കൂടി ചെയ്തതോടെ മാലിന്യം പുഴുവരിച്ചു തുടങ്ങി. ദുർഗന്ധം മൂലം പ്രദേശവാസികൾക്ക് വീടുകളിൽ കിടന്നുറങ്ങാനും നിവൃത്തിയില്ലാതായിട്ടുണ്ട്. ഡെങ്കിയടക്കമുള്ള പനികളും പടരുന്നു. സാഹചര്യങ്ങൾ ഇത്ര രൂക്ഷമായിട്ടും മാലിന്യം വീണ്ടും ഇവിടെ തള്ളുന്നതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ നഗരസഭാ ഓഫീസ് ഉപരോധിച്ചത്. മുദ്രാവാക്യത്തിന് പുറമെ പലപ്പോഴായി പ്ലാന്റിനെതിരെ നാട്ടുകാർ നൽകിയ പരാതിയുടെ പകർപ്പുകളുമായായിരുന്നു പ്രതിഷേധം. രാവിലെ 11 തുടങ്ങിയ ഉപരോധം 2 മണി വരെ നീണ്ടു. നഗരസഭാ ഓഫീസിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടതോടെ പ്രശ്നം പരിഹരിക്കാൻ പോലീസ് ഇടപെട്ടെങ്കിലും ഉപരോധക്കാർ പിരിഞ്ഞുപോകാൻ തയ്യാറായില്ല. ഉപരോധം മണിക്കൂറുകൾ നീണ്ടിട്ടും നഗരസഭാ അധികൃതർ എത്തി പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാകാത്തതും പ്രതിഷേധക്കാരെ ചൊടിപ്പിച്ചു. തുടർന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ നഗരസഭാ സെക്രട്ടറി സി സുജേതാകുമാരി അമ്മയുടെ ചേംബറിൽ കൂടിയ ചർച്ചയിൽ ജൂലൈ 30 മുമ്പ് പ്ലാന്റിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ 12 പുതിയ തൊഴിലാളികളെ നിയമിക്കുന്നതിന് ധാരണയായി. അതുകൊണ്ട് ആ പ്ലാന്റ് ഇനി അവിടെ വേണ്ട, വേസ്റ്റ് അവിടെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതാണ് പ്രദേശവാസികളുടെ പ്രതിഷേധം. അവിടെ പരിപാടിക്കകത്ത് കൊടുത്തതിനകത്ത് 12 പേര് അവിടെ ജീവനക്കാരെ വെച്ച് ജോലി ചെയ്യിക്കുന്നെന്ന് പറഞ്ഞാല് എത്ര ദിവസം അവിടെ 12 പേരുണ്ട്? 12 പേരിൽ നമ്മൾ നഗരസഭാ കൗൺസിലിൽ മാത്രം ഒന്നും എടുക്കാനൊക്കെ പറ്റില്ല. ഗവൺമെന്റ് അംഗീകാരം ഉണ്ടെങ്കിൽ ഒരു ഡെയിലി ബേസായിട്ട് സർക്കാർ നിയമിക്കേണ്ട എന്ന് പത്രം വരെ നമ്മളെല്ലാം വായിച്ചുകൊണ്ടിരിക്കുക. ഡെയിലി ബേസായിട്ട് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ പാടില്ല. എന്നിട്ട് പോലും കൗൺസിൽ 2 പ്രാവശ്യം മീറ്റിംഗ് കൂടി കൗൺസിൽ തന്നെ ആ ഭാഗത്ത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് നമ്മൾ സർക്കാർ കത്ത് കൊടുത്തു. സർക്കാർ എന്നിട്ട് യാതൊരു കത്തും വന്നിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഈ കൗൺസിൽ തന്നെ ഇപ്പൊ 12 പേരെ നേരിട്ട് ഏറ്റെടുക്കാനായിട്ട് തീരുമാനിക്കുകയും 26 കൗൺസിലിനകത്ത് ആ വച്ച് നമ്മൾ തീരുമാനിച്ച് പത്ര പരസ്യം കൊടുത്ത് അവരെ എടുത്തു കഴിയുമ്പോൾ പ്രവർത്തനം പ്ലാന്റ് അതായത് 377 നമ്മൾ കൊടുക്കാം. നേരത്തെ 150 രൂപ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നിലവിൽ പ്ലാന്റിലുള്ള മാലിന്യം മണ്ണിട്ട് മൂടിയ ശേഷമേ ഇനി ഇവിടെ മാലിന്യം തള്ളൂ എന്നും നഗരസഭ ഉറപ്പു നൽകി.
ഇതോടെ ഉപരോധം അവസാനിച്ചു. എന്നാൽ നഗരസഭാ പ്രതിനിധികളാരും പ്ലാന്റ് സന്ദർശിച്ച് പ്രശ്നം മനസ്സിലാക്കാത്തതിലുള്ള പ്രതിഷേധം നാട്ടുകാർ വെളിപ്പെടുത്തി. ഇതേ തുടർന്ന് പ്ലാന്റിന്റെ അവസ്ഥ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനായി നഗരസഭാ സെക്രട്ടറി സി സുജേതകുമാരിയമ്മ സ്ഥലത്തെത്തി. ഇതറിഞ്ഞ് സ്ഥലത്ത് സംഘടിച്ച നാട്ടുകാർ മുനിസിപ്പൽ സെക്രട്ടറിയെ പ്ലാന്റിൽ തടഞ്ഞുവെച്ചു. പിന്നീട് പോലീസ് ഇടപെട്ടാണ് നാട്ടുകാരെ ശാന്തരാക്കിയത്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് എസ് അനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് നഗരസഭ ഉപരോധിച്ചത്. ജൂലൈ 15 വരെ ഇനിയും അവിടെ ചവറുകൾ കൊണ്ടിടുകയോ നിലവിലുള്ള ചവറുകൾ മണ്ണിട്ട് മൂടുന്നതിന് ശേഷം മാത്രം ചവറുകൾ കൊണ്ടിടുമെന്നും ജൂലൈ 31 വെച്ച് ഇതിന്റെ പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനക്ഷമമാക്കുമെന്നും നഗരസഭാ സെക്രട്ടറി രേഖാമൂലം സമരം ചെയ്തവർക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. നഗരസഭയിലെ UDF കൌൺസിലർമാരും യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഉപരോധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ SI ആയിരുന്ന KS ഗോപകുമാറിന് സസ്പെൻഷൻ. സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയെ തുടർന്നാണ് തിരുവനന്തപുരം റേഞ്ച് IGയുടെ നടപടി. പൊതുതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പുനലൂരിൽ നിന്ന് മാറ്റപ്പെട്ട SI KS ഗോപകുമാർ ഈസ്റ്റ് കല്ലടയിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. പുനലൂരിൽ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിലാണ് ഗോപകുമാറിനെതിരെ നടപടിയുണ്ടായത്. 4 പരാതികളാണ് SIക്കെതിരെ ഉള്ളതെന്ന് അറിയുന്നു. തിരുവനന്തപുരം റേഞ്ച് IGയാണ് പരാതികൾ അന്വേഷിച്ച് നടപടിയെടുത്തത്. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. പത്തനാപുരത്തെ മാലിന്യ സംസ്കരണം കീറാമുട്ടിയാവുന്നു. പ്ലാന്റ് നിർമ്മാണം ചർച്ച ചെയ്യാൻ MLA വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമുണ്ടായില്ല. കുമരംകുടിയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിനെതിരാണ് പിറവന്തൂർ പഞ്ചായത്ത്. പത്തനാപുരം, പിറവന്തൂർ പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ, വ്യാപാരികൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് യോഗം വിളിച്ചത്. പിറവന്തൂർ പഞ്ചായത്തിലെ കുമരംകുടിയിലാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇവിടെ സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന പിറവന്തൂർ പഞ്ചായത്തിന്റെ നിലപാടിനെ തുടർന്നാണ് യോഗത്തിൽ വ്യക്തമായ തീരുമാനമുണ്ടാകാതെ പോയത്. നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലെ മാലിന്യം സംസ്കരിക്കുകയാണ് പ്ലാന്റിന്റെ ലക്ഷ്യം. കുമരംകുടിയിലെ SFCKയുടെ റബ്ബർ തോട്ടത്തിൽ വനാതിർത്തിയിലുള്ള ചതുപ്പ് ഭാഗത്താണ് പ്ലാന്റ് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ചർച്ച നടന്ന കഴിഞ്ഞ പഞ്ചായത്ത് സമിതിയിൽ 20 അംഗങ്ങളും കുമരംകുടിയിൽ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് എതിരാണെന്നും അതിനാൽ ജനദ്രോഹ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ലെന്നും പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജോസ് അറിയിച്ചു. അതേസമയം മാലിന്യങ്ങൾ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലേത് മാത്രമല്ലെന്ന് പത്തനാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് M. ഫാത്തിമ ഖാൻ ഓർമ്മപ്പെടുത്തി. പ്രധാന വിപണന കേന്ദ്രമായ പത്തനാപുരത്ത് എത്തുന്നത് എല്ലാ പഞ്ചായത്തുകളിൽ നിന്നുമുള്ള മാലിന്യമാണ്. ഭാവിയിൽ പിറവന്തൂരിലും മാലിന്യ പ്രശ്നം രൂക്ഷമാകുമെന്നും ഫാത്തിമ ഖാൻ ചൂണ്ടിക്കാട്ടി. പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് 500 മീറ്റർ ചുറ്റളവിൽ ഒരു ആരാധനാലയവും SFCKയുടെ ക്വാർട്ടേഴ്സുകൾ ഉൾപ്പെടെ ജനവാസ മേഖലയുമാണെന്ന് CPM പിറവന്തൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാജേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. മാലിന്യങ്ങൾ കൂടുതലും പത്തനാപുരത്താണെന്നും ഉദ്ഭവസ്ഥാനത്തു തന്നെ ഇത് സംസ്കരിക്കണമെന്നും യോഗത്തിൽ സംസാരിച്ച ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ സി നായർ പറഞ്ഞു. മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സംസ്ഥാനത്താകെ പരാജയമാണെന്നും ആശങ്ക പരിഹരിക്കണമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KG സുലോചനൻ അഭിപ്രായപ്പെട്ടു. പിറവന്തൂരിൽ സംസ്കരണത്തിനായി എത്തിക്കുന്നത് പത്തനാപുരം പഞ്ചായത്തിലെ മാത്രം മാലിന്യമല്ലെന്നും രാഷ്ട്രീയ മത്സരമില്ലാതെ പ്ലാന്റ് നിർമ്മിക്കാൻ ശ്രമിക്കണമെന്നും പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. ദിലീപ് കുമാർ അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സന്ദർശിക്കാമെന്നും ഇതിനായി കമ്മിറ്റി രൂപീകരിക്കാമെന്നും MLA ഉറപ്പു നൽകി. കമ്മിറ്റിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെയും പഞ്ചായത്ത് അംഗങ്ങളെയും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളെയും ഉൾപ്പെടുത്തുമെന്നും ജനങ്ങളുടെ ആശങ്ക ദൂരീകരിച്ചു മാത്രമേ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുകയുള്ളൂ എന്നും ഗണേഷ് കുമാർ പറഞ്ഞു. വിജയകരമായി നടക്കുന്ന ഏതെങ്കിലും പ്ലാന്റുകൾ ഉണ്ടോ എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ M. K. മന്ത്രിയുമായി സംസാരിച്ച് അദ്ദേഹം നിർദ്ദേശിക്കുന്ന ചില പ്ലാന്റുകളിലേക്ക് പല ടെക്നോളജികളാണ് ഉപയോഗിക്കുന്നത്. വിജയകരമായി പ്രവർത്തിക്കുന്ന ആറ്റിങ്ങൽ മോഡലുകളടക്കമുള്ള വിജയകരമായ ടെക്നോളജികൾ ഉള്ള സ്ഥലങ്ങൾ ജനപ്രതിനിധികൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മെമ്പർമാർ, രാഷ്ട്രീയ പ്രതിനിധികൾ, എല്ലാ കക്ഷികളുടെയും രാഷ്ട്രീയ പ്രതിനിധികൾ, പിന്നെ മറ്റുള്ള കുറച്ച് മാധ്യമ പ്രതിനിധികൾ ഉണ്ടെന്നുള്ളവരുടെ ഡോക്ടേഴ്സ് എല്ലാവരും ഞാനും ഉണ്ടാവും. ആ സ്ഥലങ്ങൾ നിങ്ങൾ സന്ദർശിക്കുകയും അവിടെ കാണുന്ന കാര്യങ്ങൾ ഫലപ്രദമാണ്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളവരെ കണ്ട നടപടികളുമായി മുന്നോട്ട് പോകണം എന്നാണ് തീരുമാനിച്ചത്. യോഗത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി ജോജോ K. എബ്രഹാം, AMR റഷീദ്, നേതാക്കന്മാരായ ഷെയ്ഖ് പരീദ്, ഉസ്മാൻ സാഹിബ്, E. രാജൻ, ആശാ ശശിധരൻ, സോമരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കിഴക്കൻ മേഖലയിൽ വിവിധ പരിപാടികൾ ഒരുങ്ങുന്നു. എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കും. സന്നദ്ധ സംഘടനകളും രംഗത്തുണ്ട്. ജൂൺ 26 പുനലൂർ SN കോളേജിൽ വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുക്കും. ബോധവത്കരണ സെമിനാറും സംഘടിപ്പിക്കുന്നുണ്ട്. രാവിലെ 10:30 പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് സെമിനാർ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് അംഗം SC സഞ്ജയ് ഖാൻ മുഖ്യ സന്ദേശം നൽകും. പുനലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ J. താജുദ്ദീൻകുട്ടി, ഗിഫ്റ്റ് ജനറൽ സെക്രട്ടറി പിറവന്തൂർ ഗോപാലകൃഷ്ണൻ എന്നിവർ ക്ലാസുകൾ നയിക്കും. പത്തനാപുരം, പുനലൂർ താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ബോധവത്കരണ ക്ലാസുകളും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തതായി പുനലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ J. താജുദ്ദീൻകുട്ടി അറിയിച്ചു. ലോക
ലഹരിവിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് ചടയമംഗലം ഹരിശ്രീ ലഹരിമോചന ചികിത്സാ കേന്ദ്രത്തിന്റെയും ആർട്ട് ഓഫ് ലിവിംഗിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ദശദിനാചരണവും ലഹരിമോചന ചികിത്സാ ക്യാമ്പും സംഘടിപ്പിക്കും. ജൂൺ 25 മുതൽ ജൂലൈ 6 വരെ വിവിധ കേന്ദ്രങ്ങളിലായാണ് പരിപാടി. 26-ന് ചടയമംഗലം MGHSSൽ പരിപാടിയുടെ ഉദ്ഘാടനം ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ബി ശിവദാസൻ പിള്ള നിർവഹിക്കും. 27-ന് MMHSS നിലമേൽ, 28, 29 തീയതികളിൽ ഹരിശ്രീ ഹോസ്പിറ്റൽ ചടയമംഗലം, 30-ന് ഗവൺമെന്റ് HSS കടക്കൽ, ജൂലൈ 1-ന് ജെംസ് HS പൂങ്കോട്, 2-ന് വിവേകാനന്ദ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പോരയിടം, 3-ന് ഗവൺമെന്റ് HSS തേവന്നൂർ എന്നിവിടങ്ങളിൽ ക്യാമ്പ് സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി സെമിനാറുകൾ, ബോധവത്കരണ ക്ലാസുകൾ, എക്സിബിഷൻ, മത്സരങ്ങൾ, ചികിത്സാ ക്യാമ്പ്, പുസ്തക പഠനോപകരണ വിതരണം തുടങ്ങിയവയുണ്ടാവും. ഹരിശ്രീ ലഹരിമോചന ചികിത്സാ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ സജീവ്, ജയ സജീവ്, കൌൺസിലർ ഷൈൻകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ലഹരി സംബന്ധമായ അപകടങ്ങൾ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുടുംബ പ്രശ്നങ്ങൾ, ശാരീരിക മാനസിക പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ചെറിയൊരളവിലെങ്കിലും നമുക്കിതിലേക്ക് മാറ്റം വരുത്താൻ കഴിയും. സമൂഹത്തിലെ പല മേഖലയിലുള്ള ആൾക്കാരുമായി ചേർന്ന് കഴിയുമ്പോൾ സമൂഹത്തിന് പൊതുവെ ഇതിനെപ്പറ്റി ഒരു അവബോധം ഉണ്ടാവുകയും അതുവഴി സ്വയം ഇതിൽ നിന്ന് മാറാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നൊരു ലക്ഷ്യവും നമുക്കുണ്ട്. കടക്കൽ ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. മടത്തറ പാരിപ്പള്ളി സംസ്ഥാന പാതയിൽ തുമ്പമൺതൊടി ജംഗ്ഷന് സമീപം പിക്കപ്പ് വാനും KSRTC ബസും കൂട്ടിയിടിച്ച് അപകടത്തിൽ ആർക്കും പരിക്കില്ല. മടത്തറയിൽ നിന്നും കൊല്ലത്തേക്ക് പോയ ചാത്തന്നൂർ ഡിപ്പോയിലെ KSRTC ബസും തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനുമാണ് കൂട്ടിയിടിച്ചത്. അമിത വേഗതയിലെത്തിയ പിക്കപ്പ് വാൻ വളവിൽ വെച്ച് KSRTC ബസ്സിൽ ഇടിക്കുകയായിരുന്നു. രാവിലെ 11 മണിയോടെയാണ് സംഭവം. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെ കടകളിൽ ഫ്രൂട്ട്സ് വിതരണം ചെയ്ത് മടങ്ങിപ്പോവുകയായിരുന്നു പിക്കപ്പ് വാൻ. ഇടിയുടെ ആഘാതത്തിൽ വാനിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. റോഡ് പുതുക്കി പണിത ശേഷം ഇവിടെ അപകടങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. വേഗത നിയന്ത്രിക്കാനുള്ള ഹമ്പുകളുടെ അപര്യാപ്തതയാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോൾ അപകടം നടന്ന സ്ഥലത്ത് നിരവധി ഇരുചക്ര വാഹനങ്ങൾ മുൻപ് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും വരുന്ന പൂവണ്ടി, ഫ്രൂട്ട്സ് വാൻ എന്നിവയുടെ അമിത വേഗത ഇവിടെ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ പത്തനാപുരത്തിന് സമീപം കലഞ്ഞൂരിൽ ആൽമരക്കൊമ്പൊടിഞ്ഞു വീണ് 4 വാഹനങ്ങൾ തകർന്നു. അപകടത്തിൽ ആളപായമില്ല. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ കലഞ്ഞൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് സമീപത്ത് ആൽമരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണത്. ആൽമരത്തിന്റെ ചുവട്ടിൽ പാർക്ക് ചെയ്തിരുന്ന 4 വാഹനങ്ങൾ സംഭവത്തിൽ തകർന്നു. 2 ഓട്ടോറിക്ഷകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അപകട സമയത്ത് വാഹനങ്ങളിൽ ആളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. കലഞ്ഞൂർ സായുജ്യത്തിൽ രഘുനാഥപിള്ളയുടെ ബൊലേറോ ജീപ്പും കലഞ്ഞൂർ സ്വദേശികളായ അജികുമാറിന്റെയും അപ്പുക്കുട്ടന്റെയും ഓട്ടോറിക്ഷകളും രഞ്ജിത്തിന്റെ TVS സ്കൂട്ടറുമാണ് തകർന്നത്. അടൂരിൽ നിന്ന് എത്തിയ ഫയർഫോഴ്സ് സംഘവും കൂടൽ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. ശിഖരമൊടിഞ്ഞ ആലിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചിതറ കൊച്ചാരമൂട് 3205 നമ്പർ SNDP ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ ശാഖാപരിധിയിലുള്ള കുട്ടികൾക്കാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. പ്രദേശത്തെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ശാഖാ പ്രസിഡന്റ് N ധർമ്മജൻ അധ്യക്ഷനായി. സെക്രട്ടറി K രഘുനാഥൻ സ്വാഗതം പറഞ്ഞു. പ്രൊഫസർ PK സുമേഷ് ഗുരുധർമ്മം നിത്യജീവിതത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തി. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം ചന്ദ്രബോസ് കുടുംബസംഗമവും അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി അംഗം KK ശശാങ്കൻ, വനിതാ സംഘം പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വനിതാ യാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ റെയിൽവേ തുടരെ പരാജയപ്പെടുന്നു. പത്തനാപുരം സ്വദേശിനിയായ പെൺകുട്ടിക്ക് നേരെ ട്രെയിനിൽ ആക്രമണം. പരിക്കേറ്റ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടി. പുനലൂർ SI ആയിരുന്ന KS ഗോപകുമാറിന് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയെ തുടർന്ന് സസ്പെൻഷൻ. മാലിന്യ പ്രശ്നം രൂക്ഷമായതോടെ പുനലൂർ പ്ലാച്ചേരിയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പരിസരവാസികൾ പ്രതിഷേധവുമായി രംഗത്ത്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ നഗരസഭാ കാര്യാലയം ഉപരോധിച്ചു. പ്ലാന്റ് സന്ദർശിക്കാനെത്തിയ നഗരസഭാ സെക്രട്ടറിയെ നാട്ടുകാർ തടഞ്ഞുവച്ചു. അച്ചൻകോവിലിലെ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകരെ നിയമിക്കാത്തതിൽ പ്രതിഷേധം രൂക്ഷം. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഉപരോധിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.